ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ട് കിടിലം ഐറ്റമാണ്. വൈകുന്നേരങ്ങളിലെ ചായക്കടിക്ക് കൂട്ടാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി രണ്ട് അട. ഒന്ന് ചമ്മന്തി വെച്ച അടയും രണ്ട് ശർക്കര വെച്ച അടയും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യത്തിന് ഒരു പാത്രത്തിൽ അരി, ചോറ് വെക്കുന്ന അരി കുതിർത്താൻ വെക്കുക. ഒരു 3-4 മണിക്കൂർ കുതിർത്താൻ വെക്കുക. എന്നിട്ട് അത് നല്ലോണം കഴുകി എടുത്തതിന് ശേഷം ഗ്രൈൻഡറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. അരിയുന്നതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അരി നല്ലോണം അരിയട്ടെ. അരി നല്ലോണം അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഈ ഒരു പരിവാകുന്നത് വരെ നമുക്കത് പരത്തിയെടുക്കാനുള്ളതുകൊണ്ട് ഈ ഒരു പരിവാകുന്നത് വരെ അരി അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒറ്റ വെട്ടിന് തേങ്ങ പൊട്ടിക്കുക. പൊട്ടിയില്ല, രണ്ടാമത്തെ വെട്ടിന് പൊട്ടിക്കുക. ആ വെള്ളം നമുക്ക് തന്നെ കുടിക്കാം. ശേഷം തേങ്ങ ചിരണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് 2 ശർക്കരൻ്റെ ആണി നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് ചിരണ്ടിയ തേങ്ങ അതിലേക്കിട്ട് ഒരു 3 ചെറിയുള്ളിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അല്പം ഉപ്പും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം. ഒരു ചമ്മന്തി ആകുന്നത് വരെ. ഇതാ ശർക്കര മെൽറ്റ് ആകുന്നുണ്ട്. അതാ നമ്മൾ അരച്ച ഈ ഒരു ചമ്മന്തി ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. ഇതാ ശർക്കര നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ സെയിം പാത്രത്തിലേക്ക് തന്നെ അരിച്ച് വെച്ച ശർക്കര പാനിയെ ഒഴിക്കുക. ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇതാകുന്നത് വരെ തേങ്ങ ശർക്കരയിൽ നല്ലോണം അത് തിളച്ച് വരുന്നുണ്ട്. കുറുക്കിയ ശർക്കര ഈ ഒരു പരുവാകുന്നത് വരെ ആ ശർക്കരയും തേങ്ങയും കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു ആവിപാത്രം തട്ട് വെച്ചിട്ട് ചൂടാവാൻ വെക്കാം. വെള്ളം ഒഴിച്ച് തട്ട് വെച്ചെടുക്കാം. ഇനി അത് അവിടുന്ന് ചൂടാവട്ടെ. നമുക്കിനി ചമ്മന്തി, ശർക്കരപ്പാവ്, അരി ഇത് ചൂടായിട്ടുണ്ട്. ഇനി നല്ല ഒരു കോട്ടൻ്റെ തുണിയെടുത്ത് ചെറിയ ഒരു ബോൾ പരുവം എടുത്തിട്ട് കൈയിൻ്റെ ഇങ്ങനെ പരത്തി കൊടുക്കാം. ചെറിയ വട്ടത്തിൽ. ഇനി അതിലേക്ക് നമുക്ക് ശർക്കരൻ്റെ മാവ് നീളത്തിൽ വെച്ചെടുക്കാം. സൈഡിലോട്ടും ഒന്നും പോകണ്ട. അതിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുണിയോട് കൂടി മടക്കി ഇതുപോലെ തന്നെ മടക്കി ഇനി നമുക്ക് ആ ചൂടായ ആവിപാത്രത്തിലേക്ക് ഇതേപോലെ വെച്ചെടുക്കാം. ഇതുപോലെ തന്നെ ചമ്മന്തിൻ്റെതും പരത്തിയിട്ട് നമുക്ക് വെച്ചെടുക്കാം. ഒരു സൈഡിൽ ഇതും ഒരു സൈഡിൽ ചമ്മന്തിനും. ഒരു 10 മിനിറ്റ് ആവി വന്നതിന് ശേഷം നമുക്ക് അതിലിങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. അട തയ്യാറായി വന്നിട്ടുണ്ട്. അടിപൊളി. ഇത് ചമ്മന്തി വെച്ചാൽ നമുക്ക് കറി കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ഇത് നമുക്ക് കട്ടന് കൂട്ടി അടിക്കാം. നല്ല ടേസ്റ്റാണ്. 2 പൊളി ഐറ്റാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. താങ്ക് യു.